Hi friends, I am Rani. Welcome to my channel Salt and Pepper. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ അധികം സംസാരിച്ച സമയം കളയുന്നില്ല. നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് ഒരുപാട് തരം മേക്കപ്പ് ബ്രഷസ് അവൈലബിൾ ആണ്. ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഏതൊക്കെ എന്തിനൊക്കെ വർക്കൗട്ട് ആവും? ഏത് ബ്രഷാണ് എനിക്ക് നല്ലത്? അല്ലെങ്കിൽ ഈ ബ്രഷസ് ഒക്കെ എങ്ങനെ ഉപയോഗിക്കുന്നത് എന്നൊക്കെ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിലേക്ക് കണക്കാം. ഇതൊരു ബിഗിനേഴ്സിന് വേണ്ടിയുള്ള ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾ കരുതിയാൽ മതി. അപ്പോൾ നമുക്ക് വീഡിയോ. അപ്പോൾ ആദ്യം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഫ്ലാറ്റ് ഫൗണ്ടേഷൻ ബ്രഷസ്. ഇത് ഫ്ലാറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ഇതിനെപ്പറ്റി കാണിച്ചിരുന്നു. ഫ്ലാറ്റ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ബ്രഷസ്. ഇത് നമുക്ക് മീഡിയം ടു ഫുൾ കവറേജ് കിട്ടും. ഈസി ടു അപ്ലൈ ആണ്. നമുക്ക് എല്ലാവർക്കും തന്നെ ഉപയോഗിക്കാൻ വളരെ ഈസിയാണ്. ഇത് നമുക്ക് സിന്തറ്റിക് ബ്രിസിൽസിലും കിട്ടും, അതുപോലെ തന്നെ നാച്ചുറൽ ബ്രിസിൽസിലും കിട്ടും. സിന്തറ്റിക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, നാച്ചുറൽ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ആനിമലിൻ്റെ ഹെയറിൽ നിന്നൊക്കെ എടുത്തിട്ടുണ്ടാക്കുന്ന ബ്രഷസ് ആണ്. പക്ഷേങ്കിൽ സിന്തറ്റിക് ബ്രഷസ് ആയിരിക്കും ഞാൻ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം നമുക്ക് എന്നാ പറയുന്നത്, ലിക്വിഡ് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ക്രീം ഫൗണ്ടേഷൻസ് ഒക്കെ അപ്ലൈ ചെയ്യാനൊക്കെ എല്ലാം കൊണ്ടും നല്ലത് ശരിക്കും പറയുകയാണെങ്കിൽ ഈ സിന്തറ്റിക് ബ്രസിൽസ് കൊണ്ടുള്ളത് തന്നെയായിരിക്കും. അപ്പോൾ ഫ്ലാറ്റ് ഫൗണ്ടേഷൻ ബ്രഷ് എന്തിനാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കണ്ടോ, ലിക്വിഡ് ഫൗണ്ടേഷനോ അല്ലെങ്കിൽ ക്രീം ഫൗണ്ടേഷനൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി കുഴപ്പമില്ല. നല്ല മീഡിയം ടു ഫുൾ കവറേജ് കിട്ടും കേട്ടോ. ഇങ്ങനെ നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഒരിക്കലും ഹാർഷായിട്ട് അപ്ലൈ ചെയ്യല്ലേ, സ്മൂത്തായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മൾ ഇതുപോലത്തെ ഫ്ലാറ്റ് ബ്രഷസ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് അധികം വേസ്റ്റേജ് വരത്തില്ല കേട്ടോ. നമ്മൾ ഉപയോഗിക്കുന്ന ക്രീംസ് അല്ലെങ്കിൽ ലിക്വിഡ് ആണെങ്കിലും ഏത് ഫൗണ്ടേഷൻ അധികം നമുക്ക് വേസ്റ്റേജ് വരത്തില്ല. കാരണം നമുക്ക് നല്ല ഈസി ആയിട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ഒരുപാട് സേവ് ചെയ്യാൻ പറ്റും നമ്മുടെ പ്രൊഡക്റ്റ്. അപ്പോൾ ഞാൻ ഇനി നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന അടുത്തൊരു ഫൗണ്ടേഷൻ ബ്രഷാണ്. ഇതിൻ്റെ പേരാണ് കബൂക്കി ബ്രഷ്. കബൂക്കി ബ്രഷ് നമുക്ക് ഫ്ലാറ്റ് ആയിട്ടും കിട്ടും, അതുപോലെ തന്നെ നമുക്ക് ആംഗിൾ ആയിട്ടും കിട്ടും. ഞാനിത് നിങ്ങളെ റെക്കമെൻഡ് ചെയ്യാൻ പോകുന്നത് ആംഗിൾ ബ്രഷ് ആയിരിക്കും. ഇതാണ് ആംഗിൾ ആയിട്ടുള്ള കബൂക്കി ബ്രഷ്. കണ്ടോ, ഒരു ആംഗിൾ ഷേപ്പിലാണ് ഇതുള്ളത്. ഈ ബ്രഷിനുള്ള പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മീഡിയം ടു ഫുൾ കവറേജ്, ഇത് നന്നായിട്ട് ഉപയോഗിക്കുന്ന നല്ലൊരു ബ്രഷായത് കേട്ടോ. ഫുൾ കവറേജ് കിട്ടും. അത് മാത്രമല്ല നമ്മൾ ആംഗിൾ ആയിട്ടുള്ള ഏരിയാസ്, നമുക്ക് എത്താത്ത ഭാഗങ്ങളൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ ഈ കബൂക്കി ബ്രഷിൻ്റെ ആംഗിൾ ആയിട്ടുള്ള ബ്രഷ് വളരെ നല്ലതായിരിക്കും. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ നല്ലൊരു ബ്രഷാണ്, ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഫ്ലാറ്റ് ബ്രഷ്. ഫ്ലാറ്റ് ആയിട്ടുള്ളത് നല്ലതാണ്, എങ്കിലും നമുക്ക് അത്ര ഒരു ഈസി അല്ല ഉപയോഗിക്കാൻ. നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും, ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നതാണ്. പക്ഷെ ഞാൻ കൂടുതലും റെക്കമെൻഡ് ചെയ്യുന്നത് ആംഗിൾ ആയിട്ടുള്ളതാണ്. കാരണം നമുക്ക് എല്ലാ ഭാഗത്തും ഒറ്റ ബ്രഷ് കൊണ്ട് തന്നെ ഈസി ആയിട്ട് എത്തിക്കാൻ പറ്റും. അതുകൊണ്ട് ഇതാണ് പൗഡർ ബ്രഷസ്. കണ്ടോ, ഇത് നല്ല ഫ്ലഫി ആയിട്ട് നിൽക്കുന്നതാണ്. നമുക്ക് കോമ്പാക്ട് പൗഡറോ അല്ലെങ്കിൽ സെറ്റിംഗ് പൗഡർ ഉപയോഗിക്കാനോ ഈവൻ നമുക്ക് ബ്ലഷസ് ഒക്കെ ഇടാൻ വേണ്ടി ആയാലും ഉപയോഗിക്കാൻ പറ്റുന്നൊരു സംഭവമാണ് ഈ പൗഡർ ബ്രഷ്. കണ്ടോ, ഫ്ലഫി ആയിട്ടുള്ള ഈ ബ്രഷ്. ഇത് സിന്തറ്റിക് ബ്രസിൽസിലുള്ളതാണ് കേട്ടോ. കണ്ടോ, അപ്പം ഈ പൗഡർ ബ്രഷ് നമുക്ക് ലൂസായിട്ടുള്ള പൗഡറോ അല്ലെ കോമ്പാക്ട് പൗഡേഴ്സ് ഒക്കെ ഇടാൻ വേണ്ടി നമുക്കിത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ബ്ലഷസ് ഒക്കെ ഇടാൻ വേണ്ടി നമുക്കിത് ഉപയോഗിക്കാം. നല്ല ബ്രഷായത്. പരിചയപ്പെടുത്താൻ പോകുന്നത് കോണ്ടോർ ബ്രഷ്. അപ്പം ഇതാണ് നമുക്ക് കോണ്ടോർ ബ്രഷ് അല്ലെ ബ്ലഷ് ആപ്ലിക്കേഷന് വേണ്ടിയൊക്കെ നമുക്കിത് ഉപയോഗിക്കാം. ഇതാകുമ്പോൾ ഇച്ചിരി ഇവിടെ കൊണ്ട് ഒരു ചെറുതായിട്ട് ഇങ്ങനെ സാധാരണ ബ്രഷ് പോലെ, പക്ഷേ ഇതൊരു ചൊക്കി പോലെയാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഇതൊരു ചെറിയ ആംഗിളുണ്ട്. അപ്പോൾ ഇത് കോണ്ടോറിങ്ങിനൊക്കെ ഉപയോഗിക്കാൻ നല്ലതാണ്. അതുപോലെ തന്നെ ബ്ലഷസിനും ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇത് നല്ലൊരു ബ്രഷാണ് കേട്ടോ. ഇനി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇത് ബ്യൂട്ടി ബ്ലെൻഡേഴ്സ്. ഇത് നമുക്ക് പല ഷേപ്പുകളിൽ കിട്ടും. കണ്ടോ, കോർണറൊക്കെ ചെയ്യാനും, കണ്ടോ ഈയുടെ കോർണറൊക്കെ ചെയ്യാനൊക്കെ ഒരുപാട് നല്ലതാണ്. അതിൻ്റെ അറ്റം ഉരുണ്ട ടൈപ്പിൽ കണ്ടോ. അതുപോലെ തന്നെ ഇതും വേറൊരു ഷേപ്പാണ്. ബ്യൂട്ടി ബ്ലെൻഡേഴ്സ് ഒരുപാട് നല്ലതാണ്. നിങ്ങൾക്ക് മീഡിയം ടു ഫുൾ കവറേജ് കിട്ടും. പക്ഷേ ഈച്ച് ആപ്ലിക്കേഷന് ശേഷം നിങ്ങൾ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഉപയോഗിക്കാനാണ് ഇത് എപ്പോഴും പറയുന്നത്. അതുപോലെ തന്നെ ഇത് നനച്ചിട്ട് ഉപയോഗിക്കണം കേട്ടോ. നന്നായിട്ട് വെറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് നല്ലതായിട്ട് ഇത് സ്പീഡിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. നല്ലൊരു ആപ്ലിക്കേഷൻ, നല്ലൊരു കവറേജ് കിട്ടുന്നൊരു സംഭവം. പക്ഷേ ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് നന്നായിട്ടൊന്ന് പഠിച്ചിട്ട് തന്നെ ചെയ്യുക. നന്നായിട്ട് വെറ്റ് ചെയ്തിട്ട് കേട്ടോ നിങ്ങൾ നന്നായിട്ട് ഉപയോഗിക്കുക. നല്ലൊരു കവറേജ് കിട്ടും. ഇതിന് തന്നെ പല ഷേപ്പ് വീണ്ടും ഉണ്ട്. അതുപോലെ തന്നെ ഇത് എനിക്ക് കൂടുതലും റെക്കമെൻഡ് ചെയ്യുന്നത് എനിക്ക് ഈ ബ്യൂട്ടി ബ്ലെൻഡറാണ്. കാരണം ഇതിനൊരു കോർണർ, ഒരു ആംഗിൾഡാണ്. അതുകൊണ്ട് തന്നെ ഇത് ഇവിടെയൊക്കെ കണ്ടോ നല്ല സുന്ദരമായിട്ട് അപ്ലൈ ചെയ്യാൻ നല്ലതാണ്. വെറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കുക. അതുപോലെ തന്നെ വാഷ് ചെയ്യുക ഓരോ ആപ്ലിക്കേഷന് ശേഷം, എന്നിട്ട് മാത്രം ഉപയോഗിക്കുക കേട്ടോ. ഇനി ഈ ബ്രഷ് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കാണിച്ചു തന്നിരുന്നു. ഇത് ശരിക്കും പറയുവാണെങ്കിൽ ഹെവി ആയിട്ടുള്ള മേക്കപ്പ് ബ്രൈഡൽസിന് ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടി, ബ്രൈഡൽ മേക്കപ്പ്സ് അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരെ നിങ്ങൾക്ക് ഒരുക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഹെവി മേക്കപ്പ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ബ്രഷാണ് ഇത്. ഒരുപാട് നല്ലൊരു ബ്രഷാണ്. ഞാൻ ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു ബ്രഷാണ്. നല്ല ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും ഇതിൽ. കണ്ടോ ഈ ബ്രിസിൽസ് കണ്ടോ, എത്ര ഫാസ്റ്റ്, എന്ത് തിക്കായിട്ടുള്ളതെന്ന് നോക്കിയാൽ നല്ല ഫാസ്റ്റിൽ ഇത് ചെയ്യാൻ പറ്റും. ഹെവി മേക്കപ്പിന് വേണ്ടി ഉപയോഗിക്കാം. ഓക്കെ, ഇതാണ് ഫാൻ ബ്രഷ്. ഇത് നിങ്ങൾ കണ്ടിട്ടില്ലേ?
കേട്ടോ. ഫാൻ ബ്രഷ് നാച്ചുറൽ ആയിട്ടുള്ള ബ്രിസിൽസ് ആണ് ഇത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹൈലൈറ്റ്സുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇത് ചീക്ക് ബോൺസിൻ്റെയൊക്കെ ഹയസ്റ്റ് പോയിന്റ് ചെയ്യാൻ വേണ്ടി ഹൈലൈറ്റ് ചെയ്യാനും മൂക്കിൻ്റെ പാലത്തിലോ അല്ല നിങ്ങൾക്ക് ഇവിടെയൊക്കെ ചെറുതായിട്ട് ഇടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഫാൻ ബ്രഷ്. ഇത് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ വളരെ നല്ലൊരു ബ്രഷായത് കേട്ടോ. നിങ്ങൾക്കിത് സിന്തറ്റിക്കയിലും കിട്ടും. അപ്പോൾ അടുത്ത ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ആംഗിൾഡ് ഐബ്രോ ബ്രഷസ്. കണ്ടോ, ചെറിയ ബ്രഷസ് ആണ്, ആംഗിൾ ഷേപ്പിൽ ഇവരിങ്ങനെ നിൽക്കുന്നു. ഇത് നമുക്ക് ഐബ്രോസ് ഫില്ല് ചെയ്യാൻ കണ്ടോ, ചെറുതായിട്ട് ഇങ്ങനെ ലൈൻ ചെയ്ത് ഐബ്രോ ഫില്ല് ചെയ്യാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ജെൽ ഐലൈനേഴ്സ് ഇല്ലേ ഒക്കെ ഉപയോഗിക്കാൻ വളരെ നല്ലതാണ്. ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഒരുപാട് നല്ലൊരു സാധനമാണ്. നമ്മുടെ ഐബ്രോയും കണ്ണും ഭംഗിയില്ലെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല നമ്മൾ എന്തൊക്കെ മേക്കപ്പ് ചെയ്തെന്ന് പറഞ്ഞാലും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഐബ്രോസിൻ്റെ പോയിന്റ് നല്ല ഷാർപ്പായിരിക്കണം. അതുപോലെ തന്നെ കണ്ണെഴുതുമ്പോഴും നല്ല ഭംഗിയായിട്ട് കണ്ണെഴുതുമ്പോൾ ആ ഒരു അട്രാക്ഷൻ നമ്മൾ എന്ത് മേക്കപ്പ് ചെയ്തെന്ന് പറഞ്ഞാലും ശരിയാവില്ല. നിങ്ങൾ ഫുൾ ഫൗണ്ടേഷൻ ഇട്ടെന്ന് പറഞ്ഞാലും ഐബ്രോയും കണ്ണ് ശരിയായില്ലെങ്കിൽ അവിടെ കൊണ്ടെല്ലാം തീർന്നു. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്രഷാണ്. നിങ്ങൾക്ക് ഒരു ബ്രഷിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ, നല്ലൊരു ബ്രഷ്. അപ്പോൾ അടുത്ത് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ഐ ഷാഡോ ബ്രഷസ് ആണ്. ഐ ഷാഡോ ബ്രഷസ് നമുക്ക് പല വലുപ്പത്തിൽ നമുക്ക് കാണാം. കണ്ടോ, നീണ്ട കുറച്ച് വലുപ്പമുള്ള ബ്രിസിൽസിലുള്ളത് നിങ്ങൾക്ക് കാണാം. ഇത് ഇച്ചിരി ഫ്ലഫിയാണ്. ഇതൊക്കെ നന്നായിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഒരുപാട് നല്ലതാണിത്. ഞാൻ ഈ വാങ്ങിച്ച ഇതിൻ്റെ അറ്റത്ത് തന്നെ രണ്ടുണ്ട്, ചെറിയ ആംഗിളൂടെ കൂടിയതുണ്ട്. ഇത് ഒരുപാട് നല്ലതാണ് ആപ്ലിക്കേഷൻ കേട്ടോ. കോർണറൊക്കെ എല്ലാം നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കാൻ വേണ്ടി നല്ലതാണ് ഇത്. കണ്ടോ, പിന്നെ അടുത്തത് ഫ്ലാറ്റ് ആയിട്ട് വരുന്ന ഐ ഷാഡോ ബ്രഷ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്ലിറ്ററി ആയിട്ടുള്ളതും ഒക്കെ നമ്മുടെ ഐലിഡിൽ ചെയ്തെടുക്കാൻ വളരെ നല്ല. നിങ്ങളിങ്ങനെ അപ്ലൈ ചെയ്യാമുള്ളൂ. അതുമല്ല നിങ്ങൾക്ക് പറന്നു പോകുന്ന പോലെ അല്ല, നന്നായിട്ട് പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് വെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളിത് ഉപയോഗിക്കുക. അപ്പോൾ നന്നായിട്ട് ആപ്ലിക്കേഷൻ കിട്ടും. അത് നന്നായിട്ട് നിങ്ങൾക്ക് കളറും ആ ഐ ഷാഡോയുടെ നല്ല കളറ് നിങ്ങൾക്ക് കിട്ടും. ഇതൊട്ട് ഇങ്ങനെ ചെയ്യല്ലേ, ജസ്റ്റ് ഇതുപോലെ ചെയ്ത് കൊടുക്കുക. ഓക്കെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഫ്ലാറ്റ് ഐ ഷാഡോ ബ്രഷ് ഷിമ്മറായിട്ടുള്ള ഐ ഷാഡോസൊക്കെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ നല്ലതായിരിക്കും. നന്നായിട്ടിത് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ പ്രശ്നമായിരിക്കും. നിങ്ങൾ ഒന്ന് വെറ്റ് ചെയ്തിട്ട് ഉപയോഗിച്ചാൽ കുറച്ച് ക്വാളിറ്റി കുറഞ്ഞാണെങ്കിൽ പോലും ഇത് നന്നായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ തരത്തിലുള്ള ബ്രഷസ് കിട്ടും. ഈ ബ്രഷ് നിങ്ങൾ കണ്ടോ? ഈ ബ്രഷ് എന്ന് പറയുമ്പോഴേക്ക് ഏകദേശം ഒരു സ്പഞ്ച് പോലെ നിൽക്കും. ഇതെന്ന് വെച്ചാൽ നമ്മൾ ഐലൈനറൊക്കെ എഴുതി കഴിഞ്ഞിട്ട് അവിടെയൊക്കെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാൻ നല്ലൊരു ലുക്ക് കിട്ടും. ഇതുകൊണ്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാനൊക്കെ ഉപയോഗിക്കുന്ന നല്ലൊരു ബ്രഷായത് കേട്ടോ. സൂപ്പർ ബ്രഷായത് കണ്ടോ. ഇത് നോർമലി ഇപ്പം നമുക്ക് നമ്മൾ ഐലൈനറൊക്കെ വാങ്ങുമ്പോൾ ആ ഐബ്രോ പെൻസിലിൻ്റെ അറ്റത്ത് തന്നെ അല്ല, ഐബ്രോ പെന്നിൻ്റെ അറ്റത്ത് തന്നെ അങ്ങനത്തെ സ്മഡ്ജ് ചെയ്യുന്നത് നമുക്ക് കിട്ടും ഓൾറെഡി കേട്ടോ. അതിൽ തന്നെ അറ്റാച്ച്ഡ് ആണ്, വളരെ നല്ലതാണ്. പിന്നെ വേറൊരു ബ്രഷാണ് കണ്ടോ, വളരെ ടൈനി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല, കാണാമോ നിങ്ങൾക്ക്? വളരെ ടൈനി ആയിട്ടൊരു ബ്രഷ് കണ്ടോ. സാധാരണ നമ്മുടെ ഐബ്രോസ് പൊഴിഞ്ഞു പോയി കഴിയുമ്പോൾ ചിലർക്കൊക്കെ നന്നായിട്ട് ഹെയർ വളരെ കുറവായിരിക്കും. ആ സ്ഥാനത്ത് നിങ്ങൾ ജസ്റ്റ് ഐബ്രോ പെൻസിൽ ഉപയോഗിച്ച് ജസ്റ്റ് വരച്ച് വിടാതെ അല്ല, വരച്ച് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് ഡ്രോ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് നമ്മുടെ ഹെയർ പോലെ തന്നെ നിങ്ങൾക്ക് ലൈൻ ചെയ്തെടുക്കാം. അതിട്ട് കഴിഞ്ഞാൽ ഒരാൾ പോലും നിങ്ങളുടെ കണ്ടുപിടിക്കത്തില്ല അത് നിങ്ങളുടെ ഹെയർ അല്ലെന്ന്. നമ്മൾ എന്നാ പറയുന്നത്, ഐബ്രോ പെൻസിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ സ്മഡ്ജ് ചെയ്യുമ്പോൾ എന്നാലും ഒരു കളർ പോലെയല്ലേ നമുക്ക് തോന്നുക. പക്ഷേ ഇതെന്ന് വെച്ചാൽ ജസ്റ്റ് ഹെയർ ആയിട്ട് തന്നെ നമുക്ക് ഓരോന്ന് ഇത് വരച്ചെടുക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് പെൻസിലായത് കണ്ടോ. ഷാർപ്പായിട്ട് നിങ്ങൾക്ക് ഒരെണ്ണം കിട്ടിയത് നല്ലതായിരിക്കും കേട്ടോ. എസ്പെഷ്യലി എൻ്റെ സ്റ്റാർട്ടിങ് ബിറ്റൊക്കെ സൂപ്പറായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ കരുതട്ടെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും ചോദിക്കുക, അതിന് ആൻസർ ചെയ്യാൻ തരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ഒരു എപ്പിസോഡിൽ നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അതുവരേക്കും താങ്ക് യു ആൻഡ് ബൈ.